ഓ മണി 10 എഴുന്നേക്കത്തില്ലല്ലോ. ഇത്ര നേരമായിട്ടൊന്ന് എഴുന്നേറ്റ് വരാൻ തോന്നിയെന്ന് നോക്ക്. ബാക്കിയുള്ളവൻ എഴുന്നേറ്റ് രാവിലെ തന്നെ വെച്ചുണ്ടാക്കണമായിരിക്കും. അത്രയ്ക്ക് ഉള്ളതില്ല. അലാറം അടിച്ചല്ലോ. തള്ള സമ്മതിക്കത്തില്ല. എന്തുവാ അമ്മ രാവിലെ കൊട്ടും വേളവും ഒക്കെ? അതെ, അമ്മയുടെ കയ്യിൽ നിന്ന് പാത്രങ്ങളെല്ലാം താഴെ പോയി. എടുത്തു വെക്കുമായിരുന്നു. ഓ മോൾ ഉറങ്ങുമായിരുന്നല്ലയോ. ആ മോൾ ഇതെല്ലാം ഒന്ന് എടുത്തു വെക്ക് കേട്ടോ. ആഹാ, ഈ തുണിയെല്ലാം കൂടെ വാരിപ്പൊക്കി നീ എങ്ങോട്ട് പോവാ? തുണി കഴുകാൻ. എവിടെ ഇട്ട് കഴുകാന്? വാഷിംഗ് മെഷീനകത്ത്. ആ അപ്പൊ എളുപ്പമായല്ലോ. വാഷിംഗ് മെഷീനകത്തോട്ട് കൊണ്ടുവന്നങ്ങ് ഇട്ടാ മതി. ഈ കൊച്ചേ, ഞങ്ങളുടെയൊക്കെ കാലത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കഷ്ടപ്പെട്ട് കോരി ആ തുണിയൊക്കെ കഴുകിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അങ്ങ് ആറ്റിലും പുഴയിലും ഒക്കെ ചുമന്നുകൊണ്ട് വന്നു. നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്തോ സുഖമാ. ടാപ്പ് തുറന്നാൽ വെള്ളം ഇനി എത്തത്തില്ലയോ? എന്നിട്ടും നിങ്ങൾക്ക് കഴുകാൻ മടിയാ. വാഷിംഗ് മെഷീനകത്ത് കൊണ്ടുപോവാ ഉള്ള കറണ്ട് ചാർജ് എല്ലാം കൂടെ. ഓരോ മാസവും ബില്ല് കുതിച്ച് കയറുക. അതുകൊണ്ട് അപ്പുറത്തെ ആ ടാപ്പിനകത്തോട്ടെ ടാപ്പ് തുറന്നാൽ മതി. നീ പുറത്ത് കൊണ്ടുപോയി തുണിയെല്ലാം കൊണ്ട് കഴുകിയിട്ട് തന്നെയല്ല അഴുക്കൊന്നും പോത്തുമില്ല ഈ വാഷിംഗ് മെഷീൻ ഇട്ട് കഴിഞ്ഞാൽ. വാഷിംഗ് മെഷീനകത്തിട്ടാലേ കഴുകും. ഇത്രയും കൂടി ഞാൻ എങ്ങനെ അമ്മ കഴുകുന്നേ? ഇത്രയല്ലേ ഉള്ളൂ. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ 8, 9, 10 ആൾക്കാരുടെ തുണി ഒരുമിച്ചാണ് ഞങ്ങൾ പോയിരുന്ന് കഴുകിക്കൊണ്ടിരുന്നത്. 4-3 തുണി കഴുകാൻ ഒരു വാഷിംഗ് മെഷീനകത്തോട്ട് കൊണ്ടുവന്നു. നീ ഒരു കാര്യം ചെയ്യും, പുറത്ത് കൊണ്ടുപോയിട്ട് കഴുകിയിട്ടിട്ട് വാ. വേഗമാണെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. നേരത്തെ കറണ്ട് ചാർജ് ഞാൻ കൊടുക്കണം. ശരി, അതൊക്കെ ലാഭിക്കട്ടെ. കറണ്ട് ചാർജ് ആവോ അത്രേ? ഇത്രയും തുണി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ നാട് ഓടിയമല്ലോ എൻ്റെ ഈശ്വരം. എന്നെ ഇട്ട് പണി ചെയ്യിപ്പിക്കാനാ, അല്ലാതെ എന്തുവാ? തുടയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നീ എന്തോ എടുക്കുവോ വെച്ചേ? ഇതില് മത്തങ്ങ എരിശ്ശേരി വെക്കാനമ്മേ. എരിശ്ശേരിക്കാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ അരയണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ അരച്ചാ എടുക്കുന്നേ. മിക്സിക്കകത്തിട്ട് നല്ലപോലെ അരിഞ്ഞു കിട്ടത്തില്ലയോ? മിക്സിക്കകത്തല്ല, പുറത്തായിട്ട് അമ്മിക്കല്ല് കിടപ്പുണ്ട്. അതിനകത്ത് നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് അരയ്ക്കണം. എന്നാലേ ആ കറിക്കൊക്കെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അമ്മിക്കല്ലോ എനിക്കൊന്നും വയ്യ. അയ്യോ, മിക്സിക്കകത്തിട്ട് അരച്ച നല്ല ടേസ്റ്റ് അമ്മേ. പോരാ, അമ്മിക്കല്ലിനകത്ത് തന്നെ അരയ്ക്കണം. ദേഹം അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വയ്യ. ഇത്രയും മടി പിടിച്ചുള്ള പിള്ളേര്. പണ്ടൊക്കെ ഞങ്ങൾ മൊത്തം അമ്മിക്കല്ലിനകത്ത് അരച്ചുണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ പഴയ കാലത്തല്ലയോ അമ്മേ. കറിക്കൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, ദേഹത്തിനൊരു അസ്വസ്ഥയും ഇല്ലായിരുന്നു. ഇപ്പൊ എന്തെല്ലാം അസുഖങ്ങളാ. അത്ര ഒരു എക്സസൈസ് എങ്കിലും ആവട്ടെ. നീ അതിനകത്ത് വരച്ചാ മതി. ശരി. ഇപ്പോഴത്തെ പിള്ളേര് അമ്മിക്കൊല്ലിന്റെ അരിക്കാൻ കേട്ടോ. കൊച്ചെ, നീ എന്തോ എടുക്കുവാ? വെള്ളം ചൂടായില്ലേ ഇതുവരെ? ഇത്ര നേരമായിട്ടൊന്ന് കുളിക്കണമെന്ന് പറയുന്നത്. വെള്ളം ചൂടായാലും ഇപ്പൊ ചൂടാവും. ദൈവമേ, ഓഫ് ചെയ്തേ. ആ ഗ്യാസ് ഓഫ് ചെയ്തേ. എന്താ കൊള്ളാമല്ലോടി നീ. ഈ ഒരു കലം വെള്ളം നീ ഗ്യാസിൽ വെച്ച് കത്തിക്കുന്നോ? കൊള്ളാം. 10 ദിവസം കൊണ്ട് നീ ഗ്യാസ് തീർക്കുമല്ലോ. അല്ല, ഇത് ഇഷ്ടം പോലെ വിറക് ഇവിടെ കിടക്കുന്ന. ആ വിറകടുപ്പിലോട്ട് നിനക്ക് ഈ വെള്ളം ചോദിച്ച് ചൂടാക്കാൻ വയ്യായോ?
അല്ല, അടുപ്പിലൊക്കെ കത്തിച്ച് വരുമ്പോഴത്തേക്ക് സമയത്തിന് അമ്മയ്ക്ക് വെള്ളം കിട്ടണ്ടേ? ഇതൊക്കെ എപ്പോഴാ ഇതൊക്കെ പഠിക്കുന്നത്? അതെങ്ങനെയാ? മേലെന്തെങ്കിൽ വല്ലതും ചെയ്ത് ശീലമുണ്ടോ? ആ, നീ അതെടുത്ത് ആ വിറകുടപ്പിലോട്ട് വെച്ചിട്ട് പെട്ടെന്ന് ചൂടാക്കിത്താ. ശരി അമ്മേ. മനുഷ്യനൊന്ന് കുളിക്കാനേ ചോദിച്ചിട്ട്. എത്ര ബന്ധപ്പെട്ടാന്നറിയോ? ആ, വിലാസിനി ചേച്ചി, പിന്നെ എന്തോ ഉണ്ട് വിശേഷം? എന്തോ വിശേഷമാ മോളെ, ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആണോ മോളെ? ആ, ഇതാരാ വന്നേ നോക്കി കഴിഞ്ഞു വന്നേ. എന്താ അമ്മേ? അമ്മേ, അമ്മേനെപ്പോ വന്നു? മോളെ, അമ്മ ഇപ്പൊ വന്നതേ ഉള്ളു. മോക്ക് സുഖമാണോ? അവക്ക് ഇവിടെ സുഖമല്ലയോ? എന്റെ പൊന്നു വിലാസിനേച്ചി, ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ ഞാൻ അവളെ സ്നേഹിക്കുകയും നോക്കുകയും ചെയ്യുന്നത്. അല്ലയോ മോളെ? പിന്നെ അമ്മ എന്റെ സ്വന്തം മോളെ പോലെ അമ്മ നോക്കുന്നത്. എന്റെ ആരോഗ്യകാര്യത്തിലൊക്കെ എന്തൊരു ശ്രദ്ധയാണെന്നറിയാവോ? വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പാടില്ല, മിക്സിക്കകത്ത് ഒന്നും അരയ്ക്കാൻ പാടില്ല, എല്ലാം അമ്മിക്കല്ലിനകത്ത് തന്നെ അരയ്ക്കണം. പിന്നെ വിറകടുപ്പില്ലാത്ത എല്ലാം വെക്കാവുള്ളൂ. ഗ്യാസും ലാഭം, കറണ്ട് ചാർജും ലാഭം. പിന്നുണ്ടല്ലോ, അമ്മ പറയുന്നത് മേലല്ലെങ്കിൽ പണിയെടുത്താലേ നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ പറ്റത്തുള്ളന്നാ. അല്ലേ അമ്മേ? അത് പിന്നെ ആരോഗ്യം നോക്കണമല്ലോ നമ്മള്. അതുകൊണ്ട് എന്നെ പൊന്നു പോലെ അവിടെ നോക്കുന്നത്. ഈ വന്ന കാലത്ത് എക്സസൈസ് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാലേ എന്തെല്ലാം അസുഖങ്ങളാണ്. അതുകൊണ്ടാ. ആരാണ്? മോളാ. ഹലോ. ആ, എന്താ മക്കളെ? അയ്യോ, അവിടുത്തെ വാഷിംഗ് മെഷീൻ കേടായോ? അയ്യോ, കൊള്ളാം. അപ്പൊ തുണി കഴുകി നിന്റെ നടു ഒടിയല്ലോ കുഞ്ഞേ. അവരൊന്നും ചെയ്യത്തില്ലയോ? നിന്റെ അമ്മായിയമ്മ എന്ത് ചെയ്യേ? അവരെടുത്ത് പറയാമെന്ന് ശരിയാക്കി തരാനേ. ആ, മക്കളെ ഒരു കാര്യം ചെയ്യേ. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഇരിപ്പുണ്ട്, അതിനകത്ത് ഞങ്ങൾ ഉപയോഗിക്കാറേ ഇല്ല. മോള് വന്ന് എടുത്തോണ്ട് പോവത്. ശരിയാക്കുമ്പോൾ ഇനി കൊണ്ടുവന്നിട്ടാ മതി. ഓ, മോക്ക് മാത്രം പിന്നെ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കാമല്ലോ. അവനും അവിടെ ഇല്ലല്ലോ, 10 ദിവസം ഇനി പോരെ. ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. ആ ശരി. ആ ശരി മോളെ. മോളാ. അതെന്താ ദാശായണി, മോക്കൊരു ന്യായം, മരുമോക്ക് വേറൊരു ന്യായം. ആ, അതെന്താ വിലാസിനേച്ചി അങ്ങനെ ഒരു പറച്ചില്ലേ? ഈ പറഞ്ഞ ആരോഗ്യം മോക്കും വേണ്ടായോ? അയ്യോ, അതുകൊണ്ടല്ല. അവക്ക് ഭയങ്കര നടുവിന് വേദനയാ. അതുകൊണ്ടാ വാഷിംഗ് മെഷീനകത്ത് കഴിയിപ്പിക്കുന്നേ. നിങ്ങൾ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. അതെ, മരുമക്കളെ സ്വന്തം മക്കളെ പോലെ കാണുന്നതെന്ന് എല്ലാ അമ്മയമ്മമാരും പറയും. പക്ഷെ അത് വാക്കുകൾ കൊണ്ടല്ല, അത് പ്രവൃത്തി കൊണ്ടാ കാണിക്കേണ്ടത്. ഏതായാലും 10 ദിവസത്തേക്ക് ഞാൻ ഇവളെ വീട്ടിലോട്ട് കൊണ്ടുപോവാ. അവളും ഒന്ന് വിശ്രമിക്കട്ടെ. അയ്യോ, അതെങ്ങനാ? മോളെ, നീ വേഗം റെഡിയാവും. ആ ശരി അമ്മേ. അമ്മ എന്ന് ഞാൻ പോയിട്ട് വരട്ടെ. ശരി മോളെ. അമ്മ, അമ്മയുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചോണേ.